ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല റേറ്റ് കുറവിനൊക്കെ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ബ്രീഡേഴ്സിൻ്റെ നമ്പറും സ്ഥലവും പെറ്റ്സിനെ കുറിച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മൾ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർക്ക് വീഡിയോസും പെറ്റ്സിൻ്റെ ഡീറ്റെയിലും റേറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ടൈം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്ന നിർദ്ദേശങ്ങൾ. 2 വീഡിയോ ആണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 വീഡിയോയുടെയും ടൈം എപ്പോഴാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകളുടെ കമൻറ്റ് പ്രകാരം ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്രാവുകൾ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ്. പ്രാവുകൾ വന്നിരിക്കുന്നത് ക്രോസ് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ക്രോസ് പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പീസ് റേറ്റ് 100 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫോസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രീഡിംഗ് പെയറുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. പെരിന്തൽമണ്ണ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ക്യാറ്റും അതേപോലെ തന്നെ കേജ് അടക്കം 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കേജും അതേപോലെ ഫീമെയിൽ ക്യാറ്റ് അടക്കം 6000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പ്രാവുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വൈറ്റിലാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ചൈനീസ് ഔളിൻ്റെ പെയറിന് വന്നിരിക്കുന്നത് 1200 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത് ചൈനീസ് ഔളിൻ്റെ. അപ്പോൾ ഒരെണ്ണം വന്നിരിക്കുന്നത് വൈറ്റും ഒരെണ്ണം വന്നിരിക്കുന്നത് സാൻഡിൽ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിൻ്റെ. അപ്പോൾ ഇതേപോലെ പ്രാവുകളൊക്കെ നിങ്ങളുടെ പ്രാവുകൾ അതേപോലെ തന്നെ നാടൻ കോഴി ഫാൻസി കോഴി അസീലുകളൊക്കെ സെയിലിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു സൈഡ് വരുമാനമൊക്കെ ചെയ്യാവുന്ന ഒരു ഇതാണ് കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ. അതേപോലെ പ്രാവ് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിന് പിന്നെ 3 അഡൽട്ട് മെയിലുകൾ കൊടുക്കാനുണ്ട്. 3 കൂടി 2000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി കളറാണ് വന്നിരിക്കുന്നത്. മെയിലാണ് വന്നിരിക്കുന്നത്. ഇനി വന്നിരിക്കുന്നത് 3 മെയിൽ ബേഡുകളാണ് ചൈനീസ് ഔളിൻ്റെ. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇത് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് മെയില്. ബ്രീഡിംഗ് പെയർ 1200 രൂപ. അതേപോലെ തന്നെ സിംഗിൾ പീസ് 3 മെയിലുകൾ കൊടുക്കാണ്ട് 3 കൂടി 2000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വൈറ്റിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവുകളെ മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ 2-3 വേറെ പ്രാവുകളൊക്കെ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ നാടൻ പ്രാവുകൾ 4 കൂടി 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നാടൻ പ്രാവുകൾ നാടനും ക്രോസ് ആയിട്ടുള്ള പ്രാവുകളൊക്കെ ഉണ്ട്. 500 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കും മുദീനയുടെ സിംഗിൾ പീസിന് 600 രൂപയാണ് റേറ്റ് വരുന്നത്. മുദീനയുടെ സിംഗിൾ പീസാണ് അത് 600 രൂപ. അതേപോലെ നാടൻ പ്രാവുകൾ ഉണ്ട് കുറച്ചധികം. നാടൻ പ്രാവുകൾ 4 500 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നാലാമതായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു
പേർഷ്യൻ ക്യാറ്റ് 1 വയസ്സായ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. 1 വയസ്സ് പ്രായമുണ്ട്, ഫീമെയിലാണ്, കണ്ണൂരാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. നല്ല റേറ്റ്, കുഴപ്പമില്ലാത്തൊരു നോർമൽ റേറ്റിനാണ് വന്നിരിക്കുന്നത്. 2500 രൂപ ഫീമെയിലിന് ചോദിക്കുന്നുള്ളൂ. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ നമ്പർ കൊടുത്തവർ വിളിച്ചിട്ട് കിട്ടാത്തതൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചിലതൊക്കെ വാട്സപ്പ് നമ്പറുകളായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് ഔളിൻ്റെ ഒരു 3 പെയറാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റ് പെയറാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല, നല്ല റേറ്റ് കുറവിനാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത്. 3 പെയറും പെയർ റേറ്റ് 1000 രൂപയാണ് വരുന്നുള്ളൂ ഒരു പെയറിൻ്റെ റേറ്റ്. ഡയറക്റ്റ് ചെന്ന് എടുക്കണമെന്നുള്ളൂ. ചൈനീസ് ഔളുകൾ 3 ബ്രീഡിംഗ് പെയറുകൾ. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവിടെ ചെന്ന് എടുക്കാവുന്നതാണ്. ലാബ് ഷാർപ്സിൻ്റെയും അതേപോലെ ഷിറ്റ്സിൻ്റെയും പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഫസ്റ്റത്തെ വന്നിരിക്കുന്നത് ലാബ് ഷാർപ്സിൻ്റെ പപ്പീസാണ്. ഇതാണ് ലാബ് ഷാർപ്സിൻ്റെ ഫാദറും മദറും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബ്ലാക്ക് ഇത് ലാബ് ഷാർപ്സിൻ്റെ മെയിൽ പപ്പീസും ഫീമെയിൽ പപ്പീസും ഉണ്ട്. 7000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നല്ല അടിപൊളി ജെറ്റ് ബ്ലാക്ക് ലാബ് ഷാർപ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. 7000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, വാട്സപ്പിൽ കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഷിറ്റ്സുൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCIയിൽ മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 13500 രൂപയാണ് ഷിറ്റ്സുൻ്റെ പപ്പിയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 ബ്രീഡ് പപ്പീസ് വന്നിട്ടുണ്ട്. ഒരെണ്ണം ഫസ്റ്റത്തെ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത് ലാബ് ഷാർപ്സ് പപ്പീസാണ്. ഇത് വന്നിരിക്കുന്നത് ഷിറ്റ്സിൻ്റെ പപ്പീസ്. ലാബ് ഷാർപ്സിൻ്റെ പപ്പിക്ക് 7000 രൂപയും അതേപോലെ തന്നെ ഷിറ്റ്സിൻ്റെ പപ്പിക്ക് 13500 രൂപയാണ് വിത്തൗട്ട് KCI വരുന്നത്. ഫീമെയിൽ പപ്പീസുണ്ട്, മെയിൽ പപ്പീസുണ്ട് ഷിറ്റ്സിൻ്റെ. അപ്പോൾ രണ്ടും സെയിം ബ്രീഡർ തന്നെയാണ്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല ഷിറ്റ്സിൻ്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. വീടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രീഡാണ്. ഫ്ലാറ്റിലൊക്കെ 2 ബ്രീഡും ഷിറ്റ്സും അതേപോലെ തന്നെ ലാബ് ഷാർപ്സും നല്ല അടിപൊളി ബ്രീഡുകളാണ് പെറ്റായിട്ട് വളർത്താൻ പറ്റിയത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫാൻസി കോഴി അതേപോലെ അസീലുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. സിൽവർ സെബ്രൈൻ്റെ ഒരു 2 വർഷം പ്രായമുള്ള ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 750 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. നല്ല റേറ്റ് കുറവിനാണ് ഇവിടുന്ന് അസീലായാലും ഈ ഫാൻസി കോഴിയായാലും സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 2 വർഷം പ്രായമുണ്ട്, അഡൾട്ടാണ് വന്നിരിക്കുന്നത്. 750 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് അസീലിൻ്റെ ഷോർട്ട് നോസ് ടെമ്പർ ടൈൽ. അപ്പോൾ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. മെയിലും ഫീമെയിലും 3000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. പെയറിൻ്റെ റേറ്റ് മെയിലിന് വന്നിരിക്കുന്നത് 2 വയസ്സ് പ്രായമുണ്ട്. അതേപോലെ തന്നെ ഒരു 4.5 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. ഫീമെയിൽ 1.5 വയസ്സ് പ്രായവും 3.5 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. രണ്ടും കൂടി 3000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഒരു നല്ല അടിപൊളി പെയറാണ് വന്നിരിക്കുന്നത്. ഷോർട്ട് നോസ് ടെമ്പർ ടൈൽ വെറൈറ്റി വന്നിരിക്കുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് അടുത്തൊരു മെയിൽ അസീലാണ് വന്നിരിക്കുന്നത്. അസീലിൻ്റെ ഒരു മെയിൽ. ഇതും വെറൈറ്റി വരുന്നത് ഷോർട്ട് നോസ് ടെമ്പർ ടൈൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി അസീലുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇത് 2 വയസ്സ് പ്രായമുണ്ട്, 5.5 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. 5.5 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ട്. ഷോർട്ട് നോസാണ് വന്നിരിക്കുന്നത്. ടെമ്പർ ടൈൽ വെറൈറ്റി.
അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ജാക്ക് റസലിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്, ട്രൈ കളറ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 4 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ആളിപ്പോൾ എബ്രോഡ് പോണ കാരണമാണ് ഇതിനെ കൊടുക്കുന്നത്. 4 വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ. ഇതിന് 5000 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് പറയുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് വയനാടാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ഒരു ബ്രീഡാണ് ജാക്ക് റസൽ. ഗാർഡിങ്ങിനായാലും നല്ല പെറ്റായിട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡും കൂടിയാണ് ജാക്ക് റസൽ. മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ് ഈ ബ്രീഡിന്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഓഫറാണ് വന്നിരിക്കുന്നത്. 5000 രൂപയും ഒരു പപ്പി കണ്ടീഷനാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് വളർത്താൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വയനാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അലിഗേറ്റർ കാറ്. 1.5 ഫീറ്റിന് മുകളിൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 3200 രൂപയാണ് ഈ അലിഗേറ്റർ കാറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. വിത്തിൻ 20 കിലോമീറ്റർ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫ്ലൈൻ ഡക്കാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 3 ഫീമെയിലും അതേപോലെ തന്നെ ഒരു മെയിലും, മൊത്തം 4 കൂടി ചോദിക്കുന്നത് 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അഡൽട്ടുകളാണ് വന്നിരിക്കുന്നത്. 3 ഫീമെയിലും ഒരു മെയിലും, 4 കൂടി 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. അതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. യാതൊരുവിധ ചാർജുകളും നമ്മൾ ഈടാക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ടൈം നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. 2 വീഡിയോയുടെ ടൈം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.